ഞാൻ എനിക്ക് നിങ്ങളോട് പ്രണയം തോന്നി എന്ന് വിചാരിച്ചോ? ഞാൻ നിങ്ങളോട് ഐ ലവ് യു എന്നൊന്നും പറയണ്ട. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു മുട്ടായ്മല് ലേശം MDMA വരട്ടിയിട്ട് നിങ്ങൾക്ക് തന്നാൽ മതി. എന്ത് സംഭവിക്കുന്നു പറ? നിങ്ങൾ 48 മണിക്കൂർ സന്തോഷത്തിൽ നിൽക്കും. 48ാമത്തെ മണിക്കൂറിൽ നിങ്ങൾക്ക് വയലൻസ് ഉണ്ടാവും. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നട്ടപ്പെരി പാച്ചിൽ പറയില്ലേ, ചൂടും പരാന്തും എന്ന് പറയില്ല, അതുപോലെ കൂടും. പക്ഷെ നിങ്ങൾക്ക് എന്തെന്നാന്ന് മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾക്ക് ഏടുന്നു ഈ സാധനം ഇല്ലാതെ പറ്റൂല. നിങ്ങൾ എവിടെ വരും? നിങ്ങൾ എൻ്റെ വീട്ടിന്റെ മുറ്റത്ത് വരും. എൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് അറിയോ? പക്ഷേ നിങ്ങൾ അവിടെ എത്തും. ആ ശക്തിയുടെ പേരാണ് ഈ രാസലഹരി. ഈ എരഞ്ഞിപ്പാലത്ത് ആ കച്ചവടക്കാരനെ ആ ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് 18 വയസ്സുകാരി മാർബിൾ മുറിക്കുന്ന മിഷ്യൻ കൊണ്ട് ആ പെണ്ണിനെ ഇങ്ങനെ മുറിച്ച് ആ ചങ്ങായിനെ മുറിച്ച് സഞ്ചിയിലാക്കി എല്ലാടിയും കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ ആ കൊണ്ടിടാൻ പറ്റിയ ശക്തിന്റെ പേര് ഇതാ സാധനം. 76 വയസ്സുള്ള കിടപ്പ് രോഗിയായ അമ്മൂമ്മയെ 9ാം ക്ലാസ്സിലെ ചെക്കൻ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ബലാത്സംഗം ചെയ്യാൻ കിട്ടിയ ശക്തിയുടെ പേര് രാസലഹരി എന്നാ. ഈ സരോവരം പാർക്കിൽ നിങ്ങൾ പോകുമ്പോൾ കാണുന്ന വൃത്തികേടുകൾക്ക് പിന്നിൽ ഈ ലഹരി ഉണ്ട് എന്നുള്ള സത്യം. അല്ലാണ്ട് ഒരു അച്ഛന്റെയും അമ്മേന്റെയും ഉപ്പേന്റെയും ഉമ്മേന്റെയും മക്കൾക്ക് ഈ വൃത്തികേടൊന്നും കാണിക്കാനൊന്നും പറ്റൂല. പക്ഷെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പെൺകുട്ടിയാണ്. പെൺകുട്ടി ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ പേര് റേപ്പ് ഡ്രഗ് എന്നാണ്. എത്ര പ്രാവശ്യം ബലാത്സംഗം ചെയ്താലും മനസ്സിലാവില്ല. ആൺകുട്ടി ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ പേര് പാർട്ടി ഡ്രഗ് എന്നാണ്. എത്ര നേരം തുള്ളിയാലും ചാടിയാലും കുട്ടിക്ക് ക്ഷീണം അനുഭവിക്കില്ല. അപ്പൊ ഇന്നു മുതൽ കണ്ണു തുറന്നു നോക്കിയിട്ടില്ല എങ്കിൽ അപ്പൊ നിങ്ങളേക്കും എന്റെ മോന് 4000-5000 റുപ്യ ഇത് തിന്നാൻ എവിടെന്നാന്ന് ചോദിക്കും നിങ്ങൾ. ഇത് വെറുതെ കൊടുക്കുക കുട്ടിക്ക്. കോഴിക്കോട് ജില്ലയിൽ 128 സ്കൂളുകളിൽ ഈ രാസലഹരിയുടെ സാമീപ്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ മക്കൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് പോലീസാണോ? നിങ്ങളാണ് നോക്കേണ്ടത്. ഇത് ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവോ? മണക്കുവോ രുചിക്കുവോ? ഒന്നുമില്ല.